എസ്കെൻ പൊതുവിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ കോൺഗ്രസിൽ ഇത്തരം അധികാരങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള തർക്കങ്ങൾ, ചർച്ചകൾ അതൊക്കെ ഇങ്ങനെ നീണ്ടുപോകുന്നത് പതിവാണല്ലോ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അതിന്റെ ആദ്യ സൂചനകൾ കാണുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി ആരാകും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി അവരുടെ ചർച്ചകളൊക്കെ ഉണ്ടാകുകയും ചെയ്തതാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സർക്കാരിനെ മാറ്റുക, UDF-നെ അധികാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ള കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ജനങ്ങൾ കൂട്ടത്തോടെ വോട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു മാൻഡേറ്റ് ആണ് 100-ൽ കവിഞ്ഞ സീറ്റുകൾ അവർക്ക് കിട്ടാനും കാരണം. അപ്പോൾ സ്വാഭാവികമായും ആ തീരുമാനത്തെ അങ്ങനെ തന്നെ ബഹുമാനിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായതുപോലെ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് അല്ലെങ്കിൽ തമ്മിലടി നടക്കുന്ന ഒരു പ്രതീതിയിലേക്ക് അങ്ങനെ ഒരു ഇമ്പാക്റ്റ്, അങ്ങനെ ഒരു ഫീല് അത് സമൂഹത്തിലേക്ക് കൊടുക്കാതിരിക്കുക എന്നൊരു വലിയ ഉത്തരവാദിത്വം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ അവർക്കുണ്ട് എന്നതിലും തർക്കമില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതുപോലെ തന്നെ, UDF-നെ സംബന്ധിച്ച് നമുക്കറിയാവുന്നതുപോലെ തന്നെ ജയിച്ചു വന്ന MLA-മാരിൽ ഭൂരിപക്ഷ പിന്തുണ ആരുടേത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ എപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കണം എന്നുള്ള തീരുമാനം വരിക. ഇവിടെ എന്തായാലും വളരെ സജീവമായി തന്നെ KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അവർക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് പിന്നാലെ തന്നെ ആ മണിക്കൂറുകളിൽ തന്നെ ഉയർന്ന ഫ്ലെക്സ് ബോർഡുകൾ, വീണ്ടും ഓരോരുത്തർക്ക് അനുകൂലമായുള്ള മുദ്രാവാക്യങ്ങൾ, ഇതൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ആ നിലയിലുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നതിലും സംശയമില്ല. പക്ഷേ പരസ്യമായി പ്രതികരിക്കും നേതാക്കളൊക്കെയും ഇതിനപ്പുറം, ഞങ്ങളുടെ വ്യക്തി താല്പര്യത്തിനപ്പുറം പാർട്ടിയുടെ തീരുമാനം, ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്നൊക്കെ അവർ പറയുന്നുണ്ട് എങ്കിൽ പോലും അതിനപ്പുറം ഏതെങ്കിലുമൊക്കെ നീക്കങ്ങൾ നടത്താൻ സാധിക്കുമെങ്കിൽ അതൊക്കെയും ഈ നേതാക്കൾ നടത്തുന്നുണ്ട്, അണികൾ വഴി നടത്തുന്നുണ്ട് എന്നതിലൊന്നും തർക്കവുമില്ല. പക്ഷെ എന്തായാലും ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ നിരീക്ഷകരടക്കം കേരളത്തിലേക്ക് വരികയാണ്. MLA-മാരുടെ പിന്തുണ ആർക്കാണ്, MLA-മാരുടെ താല്പര്യം എന്താണ് എന്ന് അവർ അറിയാനായി ശ്രമിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രധാനമാകുക MLA-മാരുടെ പിന്തുണ ആർക്കാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ആകെ ജയിച്ചിട്ടുള്ള ആളുകളിൽ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അതിൽ ഭൂരിഭാഗം ആളുകളും KC വേണുഗോപാലിന്റെ നോമിനികളാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത് തന്നെയാണ്. അപ്പോൾ ആ നിലയിൽ KC വേണുഗോപാലിന് അനുകൂലമായ ഒരു സ്റ്റാൻഡാണ് ജയിച്ചു വന്ന MLA-മാർ എടുക്കാൻ സാധ്യതയുള്ളത് എന്നും നമുക്കറിയാം. ഇപ്പോൾ ജയിച്ച ആളുകളിൽ ആകെ 2-3 പേർ മാത്രമാണ്. ഇപ്പോൾ റോജി M. ജോണിനെ പോലെയോ മുഹമ്മദ് ഷിയാസിനെ പോലെയുള്ള ആളുകൾ മാത്രമാണ് VD സതീശൻ അനുകൂലമായി ഒരു നിലപാടെടുക്കാൻ സാധ്യതയുള്ള ആളുകളും. അപ്പോൾ മറ്റുള്ളവരുടെ പിന്തുണ അവർ പരസ്യമായ നിലപാട് എടുത്തിട്ടില്ലെങ്കിലും നിലപാടുമായിട്ടുള്ള ചില സ്വകാര്യ അഭിപ്രായങ്ങളിലൊക്കെ അവർ പറയുന്നു. അതെ സ്കേൻ, അപ്പോൾ എന്തായാലും ഈ MLA-മാരുടെ അല്ലെങ്കിൽ ഈ മത്സരിച്ച ആളുകളുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ തന്നെ അതിൽ KC പക്ഷക്കാരാണ് കൂടുതൽ എന്നുള്ളത് മുൻപ് തന്നെ നമ്മൾ മനസ്സിലാക്കിയ വിവരമാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പിന്തുണ, അപ്പോൾ മുൻപ് KC വേണുഗോപാൽ ഈ മത്സരിക്കുന്നവർ മാത്രമാകില്ല അധികാരം കിട്ടിയാൽ സ്ഥാനത്തേക്ക് വരിക എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കൂടിയുണ്ട്. അപ്പോൾ അതിനോട് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ അങ്ങനെ ഏത് നിലയിൽ വേണമെങ്കിലും ചർച്ചകളിലേക്ക് പോകാനുള്ള സാധ്യത അവിടെയുണ്ട്. പക്ഷെ ഇപ്പോൾ VD സതീശന് പൊതുവിൽ കോൺഗ്രസുകാരുടെ ഇടയിലും കേരളത്തിലും ഉള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, ഒരു പ്രതീതിയുണ്ട്. അത് ഈ നിലയിൽ അദ്ദേഹം മുൻപ് നടത്തിയ തെരഞ്ഞെടുപ്പുകളിലെ അദ്ദേഹത്തിന്റെ ഒരു ധാരണയായിരുന്നു. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും 100-ലധികം സീറ്റുകളിൽ അത് ആവർത്തിക്കുന്നു. അതല്ലെങ്കിൽ വനവാസത്തിന് പോകുക എന്ന് പറയുന്ന ഒരു നേതാവിന്റെ കോൺഫിഡൻസ്, അതിലെ ജനാധിപത്യപരമായ ഭാഗം എത്രയാണ്, അതൊക്കെ മാറ്റി നിർത്തിയാൽ പോലും ഒരു നേതാവിന് അങ്ങനെ പറയാനുള്ള ഒരു കോൺഫിഡൻസ്, അതിനെ വിജയത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അദ്ദേഹം എടുത്തിട്ടുള്ള വർക്ക്, അതിൽ ആളുകളെ ഒരുമിച്ച് നിർത്താനുള്ള അദ്ദേഹത്തിന്റെ കഴിവ്, ഇതൊക്കെ പരിഗണിക്കണം. അപ്പോൾ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നതിനൊക്കെ അപ്പുറം മുൻപുണ്ടായിരുന്ന വികാരത്തിൽ നിന്നും മാറി VD സതീശൻ നയിച്ച ഒരു നേതൃത്വം എന്നൊരു നിലയിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട് എന്നതുകൂടി കരുതുന്നുണ്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അത് VD സതീശൻ അനുകൂലമാകും എന്നതുകൂടിയാണ് കരുതുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഈ സാഹചര്യത്തിൽ കൂടുതൽ സാധ്യത VD സതീശന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.